നന്ദിയിൽ മാത്രമല്ല എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ടാളോടും ഓർത്തുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ ഒരു ബുദ്ധിയാണ് അവർ പ്രവർത്തിച്ചത്. ലൈൻ ശതത്തും അസീലനക്കും നിങ്ങൾ നന്ദി ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധികമാക്കി തരും. നന്ദിയുള്ളവരാണ് മാത്രമല്ല ഒരുപാട് ഹിന്ദുമക്കളാണുള്ളത്, അത് ഔദ്യാന്യന്മാരാണ്. ഞാനിപ്പോൾ ഒന്നിച്ചോളുന്ന ബഹുമാനപ്പെട്ട മൂത്ത നമ്മളൊക്കെ പത്തേ പറയും അവരെ വീട്ടിൽ എല്ലാവർക്കും അത് ഈ സ്ഥലം സ്വന്തം പണം കൊടുത്തുകൊണ്ട് വരയ്ക്കുമാണ്. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് പണി നിർമ്മിച്ച്, എന്നിട്ട് മാത്രമല്ല ഈ പണിയിൽ 40 വർഷക്കാലം അവര് പത്തിവായി മുക്രിയായി തന്നിമുക്രിയായി എല്ലാം ജോലി എല്ലാവരവരാണ്. അവരെവിടുന്ന് വിളിച്ചു അവരെ ഉപ്പ, അവരെ ഉപ്പ ഉസ്താദാണ്, ഉപ്പയും ഉസ്താദാണ്. ഉപ്പാപ്പ 3 തലവരെ ഉസ്താദെന്ന് പറയപ്പെടുന്നത്. ആ തോളിൽ നിന്നാണ് ഓടുത്തി വരുന്നത്. ശമ്പളം വാങ്ങലില്ല, 3 പോയാൽ ശമ്പളം വാങ്ങലില്ല. അളയപ്പാന്റെ പേർക്ക് എല്ലാ മാസം റബീഉൽ അവ്വൽ 10 എല്ലാ മാസം 17 ബദർ പോലെയൊക്കെ വേണ്ടി പോകും. അപ്പോഴിപ്പോ യശാൻ കൊടുത്തില്ലേ, എല്ലാവരും കരുതി യശാൻ കഥാവിനെ നിശ്ചയിക്കുകയും അല്ലെങ്കിൽ അത് പിന്നിച്ച് ബുദ്ധിമുട്ടാകും. ഗ്യാസ് ആ പിന്നിച്ച് ബുദ്ധിമുട്ട് എന്ത് കരുതണം, ഞാൻ ഈ യശ കഥാവിനെ നിശ്ചയിക്കുമെന്ന് കരുതണം. അങ്ങനെ കിട്ടിയാൽ ഈ പിടിച്ചിട്ട് കുറ്റമില്ല. ഇനി 1 മണിക്കൂറിന് പെട്ടെന്ന് പിടിച്ചു പോയത് ഒരു കുറ്റമില്ല. കാരണം ബാങ്കുള്ള സമയത്ത് യശാന്റെ സമയത്ത് ഞാനൊരു കവാലം നിശ്ചയിക്കുമെന്ന് കരുതി കവാലം നിശ്ചയിക്കുമ്പോൾ മരണപ്പെട്ടു പോയ കുറ്റമില്ല. അപ്പോൾ അഭിലാഷം നിശ്ചയിക്കുക, കവാലം നിശ്ചയിക്കുന്നത് മാസം. അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാരെ ചങ്ങായിമാരാക്കി അവരോട് ബന്ധപ്പെട്ട് അവർ റൂമിലേക്ക് പോയി നമസ്കാരത്തിന്റെ ചർച്ചകളിന്റെ പറഞ്ഞ് ഭാഗ്യ ദൈവത്തിന്റെ അധ്യാപകമൊക്കെ അവർക്ക് പഠിച്ച് അടുത്ത വർഷമാകുമ്പോ വള്ളിപ്പാട് നാട്ടുകാർ ഒരു എല്ലാം 10 മണിക്ക് ദുആയിരിക്കുന്നത് സുബഹിക്ക് ശേഷം. അത്രമാത്രം പ്രവർത്തനത്തിൽ മഹാനാണ് അവർ. അവൻ ജീവിതം കഴിയുന്നത് മോള് കൃഷിയാണ് ചെയ്യുന്നത്. മോള് കൃഷി ഒരു പ്രാവശ്യം മോള് കൃഷി ചെയ്ത് ഉണങ്ങിയ മോള് കാസർഗോഡിലേക്ക് വിൽക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൂത്താവുകൾ നടന്ന് പുറത്തുകൊണ്ട് ആ കോട്ടൂരിലേക്ക് പോയി. അപ്പൊ ബസ് സ്റ്റോപ്പ് നമ്മുടെ കോട്ടൂരിൽ തിരിയുന്ന സ്ഥലത്തിനാണ് ബസ് സ്റ്റോപ്പ്. അവിടെ അവസ്ഥ ഒരു പ്രൈവറ്റ് ബസ്സിന് കാത്ത്, കാരണം പ്രൈവറ്റ് ബസ്സിൽ കയറിയാല് കാസർഗോഡ് ടിക്കറ്റ് കൊടുത്താൽ മതി. ഈ ഒരു ചാക്ക് മോളിന്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. KSRTC 2 ടിക്കറ്റ് കൊടുക്കണം, ഈ ചാക്കിന് ടിക്കറ്റ് കൊടുക്കണം. രാവിലെ പോയില്ല. ഈ വയസ്സായ മത്സ്യങ്ങളിരിക്കുമ്പോ ബസ് വിട്ട് കേസമാസാണ്ടായി കേസമാശ് ബസ്സിൽ കയറി മൂത്താട് ബാക്കി. കാരണം സമാനത്തിൽ പോകുമ്പോ ഒരു താമസിക്കുന്നില്ലേ, പോയി പോയിക്കോട്ടെ. ആ മുറിയാ وسمعت الملائكة الشيطان يبشروننا بالنصر بغاية المنى ورأت الخليل إبراهيم عليه السلام في القعدة وهو يقول لنا أبشري بصاحب الأنوار والوقار والسلام وأتاها في درجة موسى الكريم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم والسلام